ഇനി നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് 132-ാമത്തെ പേജിൽ സെക്കൻഡ് പാർട്ടാണ്. അതായത് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഗർഭനിരോധന മാർഗങ്ങൾ എന്നുള്ള പാഠഭാഗത്തെയാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ ടെക്സ്റ്റ് ബുക്കിനകത്തേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. കോൺട്രാസെപ്റ്റീവ്സ് ആർ മെത്തേഡ്സ് ഓർ ഡിവൈസസ് യൂസ്ഡ് ടു ഇൻ്ററപ്റ്റ് ദ പ്രോസസ് ഓഫ് കൺസെപ്ഷൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് കോൺട്രാസെപ്റ്റീവ്സ് എന്നുള്ളതാണ്. ഗർഭധാരണത്തെ തടസ്സപ്പെടുത്തുവാനായിട്ട് ഉപയോഗിക്കുന്ന രീതികളോ ഉപകരണങ്ങളോ ആണ് ഗർഭനിരോധന മാർഗങ്ങൾ. അപ്പോൾ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഗർഭനിരോധന മാർഗങ്ങൾ. ഓക്കെ, അപ്പോൾ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് വെച്ചാൽ ഗർഭനിരോധന മാർഗങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ആർ മെത്തേഡ്സ് അല്ലെങ്കിൽ മാർഗങ്ങൾ ഓർ ഡിവൈസസ് അല്ലെങ്കിൽ ഉപകരണങ്ങൾ യൂസ്ഡ് ഉപയോഗിക്കുന്നു ഇൻ്ററപ്റ്റ് തടസ്സപ്പെടുത്തുവാനായിട്ട് ദ പ്രോസസ് ഓഫ് കൺസെപ്ഷൻ ഗർഭധാരണത്തെ. അപ്പോൾ ഗർഭധാരണത്തെ തടസ്സപ്പെടുത്തുവാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയോ മാർഗങ്ങളെയോ ആണ് വസ്തുക്കളെയോ ആണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? കോൺട്രാസെപ്റ്റീവ്സ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ദ ഫാമിലി പ്ലാനിങ്. പിന്നെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത് ഏതാണ്? കുടുംബാസൂത്രണത്തിൽ ഈ കോൺട്രാസെപ്റ്റീവ്സ് ഗർഭനിരോധന മാർഗങ്ങൾ വൈറ്റൽ പ്ലാൻ, അതായത് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദിസ് ഗീവ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദ കപ്പിൾ ടു ഡിസൈഡ് വെൻ ടു ഗീവ് ബർത്ത് ടു ചൈൽഡ്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ കോൺട്രാസെപ്റ്റീവ്സ് ഗർഭനിരോധന മാർഗങ്ങൾ എന്ത് ചെയ്യുന്നു? ദമ്പതികൾക്ക് കുട്ടികൾ എപ്പോൾ വേണമെന്ന് തീരുമാനിക്കുവാനുള്ള അവസരം നൽകുന്നു. ദമ്പതികൾക്ക് എപ്പോൾ വെൻ ടു ഗീവ് ബർത്ത് ടു ചൈൽഡ്, എപ്പോഴാണ് അവരൊരു കുട്ടിക്ക് ജന്മം നൽകേണ്ടത് എന്നതിനെക്കുറിച്ച് സാധിക്കുന്നു. എ ഗ്യാപ്പ് ഓഫ് 2 to 5 years between pregnancies can improve the mother's health and give opportunities for the parents പ്രൊവൈഡ്. പിന്നെ എന്താണ് പറയുന്നത്? ഈ ഗ്യാപ്പ്, അതായത് ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു വിടവ് അല്ലെങ്കിൽ ഒരു കാലഘട്ടം 2 മുതൽ 5 വർഷം വരെയുള്ള കാലഘട്ടം എന്ത് ചെയ്യുന്നു? ഗർഭധാരണത്തിൽ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ് ഇംപ്രൂവ് മദേഴ്സ് ഹെൽത്ത്, അമ്മയുടെ ആരോഗ്യത്തെ കൂടുതൽ സംരക്ഷിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഗീവ്സ് ഓപ്പർച്യൂണിറ്റി ഫോർ പേരൻസ് ടു പ്രൊവൈഡ് അഡ്വക്കേറ്റ് കെയർ ഫോർ ദ ഫസ്റ്റ് ചൈൽഡ്. ആദ്യം ഉണ്ടായ കുട്ടിക്ക് കൂടുതൽ നന്നായിട്ടുള്ള പരിചരണം നടത്തുന്നതിനായിട്ടും സാധിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് 2 മുതൽ 5 വർഷം വരെ ഇടവേളകളിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് ആദ്യത്തെ കുഞ്ഞിന് നല്ല രീതിയിൽ സംരക്ഷണം കൊടുക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മാതാവിൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ അമ്മയുടെ ആരോഗ്യത്തെയും മെച്ചപ്പെടുത്തുന്നതിനുമായിട്ടും സാധിക്കും. അപ്പോൾ കുഞ്ഞിന് നല്ല പരിചരണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും അമ്മയ്ക്ക് നല്ല ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും 2 മുതൽ 5 വർഷം വരെയുള്ള ഒരു ഗ്യാപ്പ് വളരെ നല്ലതാണ് എന്തിന്? കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്. ദെയർ ആർ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് അവൈലബിൾ ഫോർ ബോത്ത് മെൻ ആൻഡ് വിമൺ. അതായത് ഗർഭനിരോധന മാർഗങ്ങൾ ആണിനും പെണ്ണിനും വേണ്ടിയിട്ട് നമ്മളുടെ മാർക്കറ്റുകളിൽ ലഭ്യം ആണ് എന്നാവുന്ന, അല്ലെങ്കിൽ ഗർഭനിരോധന മാർഗങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആ ഓരോ ഗർഭനിരോധന മാർഗങ്ങളെക്കുറിച്ചും ഇവിടെ ഒന്ന് പഠിക്കുവാനായിട്ട് പോവുകയാണ്. ഒന്നാമതായിട്ട് പഠിക്കാൻ പോകുന്നത് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്നതാണ്. ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർമോൺ ഗുളികകൾ, അതായത് വായിൽ കൂടെ കഴിക്കുവാനായിട്ട് സാധിക്കുന്ന ഗുളികകളേക്ക് പറയുന്ന പേരാണ് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്. അപ്പോൾ ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഇൻ്ററപ്റ്റ്സ് ഓവുലേഷൻ. ഓവുലേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ അണ്ടോത്സർജനം തടസ്സപ്പെടുത്തുന്നു. ഓവുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അണ്ടം ഉണ്ടാകുന്ന ഓവറിയിൽ നിന്നും ഓരോ മാസവും ഓരോ അണ്ടത്തെ പുറന്തള്ളുന്നു. ആ അണ്ടം ഒരു സ്പേമുമായിട്ട് കൂടിച്ചേർന്ന് സിക്താണ്ഡമായി തീരുന്നു, അല്ലെങ്കിൽ അത് രൂപീകരിക്കപ്പെടുകയും അങ്ങനെയാണ് ഗർഭധാരണം നടക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? അണ്ടോത്സർജനത്തെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഓറൽ കോൺട്രാസെപ്റ്റീവ്. അതുകൊണ്ട് കുഞ്ഞുണ്ടാവുകയില്ല. രണ്ടാമതായിട്ട് ഡയഫ്രം, അതായത് നമുക്ക് തന്നിരിക്കുന്ന ഡയഫ്രം എന്നുള്ളതാണ്. ഈ ഡയഫ്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഡയഫ്രം ഈ പുംബീജങ്ങളെ, അതായത് സ്പേമിനെ ഗർഭാശയത്തിൽ എത്തുന്നത് തടഞ്ഞു നിർത്തുന്നതിനായിട്ട് സാധിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് പ്രിവെൻറ്റ് ദ സ്പേം ഫ്രം റീച്ചിങ് ദ യൂട്രസ്. ഡയഫ്രം എന്ന് പറയുന്നത് ഒരു കവചമാണ്. ആ കവചം എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ യോനി നാളത്തിലേക്ക് വജീനയിലേക്ക് വെച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഈ ഡയഫ്രത്തിൽ തട്ടി സ്പേമുകൾ യോനിനാളത്തിലൂടെ എന്താണ് ഇതിൻ്റെ സെർവീസിലൂടെ യൂട്രസിലൂടെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് എത്തിച്ചേരുകയില്ല. അങ്ങനെ അപ്പോൾ ഡയഫ്രം ആ സ്പേമിൻ്റെ സുഗമമായ ചലനത്തെ നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ട് ഡയഫ്രം ഉപയോഗിക്കാം. ഇനി അടുത്തതായിട്ട് തന്നിരിക്കുന്നത് സ്പേമിസൈഡ് എന്നുള്ളതാണ്. സ്പേമിസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേമുകളെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുന്ന സാധനമാണ്. നമുക്കറിയാം പെസ്റ്റിസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കീടാണുക്കളെ നശിപ്പിക്കുന്നതാണ്. ഹെർബിസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികളെ നശിപ്പിക്കുന്നതാണ്. അതുപോലെ സ്പേമിസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷ ബീജത്തെ അല്ലെങ്കിൽ സ്പേമിനെ നശിപ്പിക്കുന്നതാണ്. യൂസ്ഡ് ടു ഡിസ്ട്രോയ് ദ സ്പേംസ് നിയർ ദ സെർവിക്സ് ഇൻ ദ യൂട്രസ്. അതായത് സെർവിക്സിൽ
വെച്ച് ആ സ്പേമിസൈഡ് എന്ത് ചെയ്യുന്നു? സ്പേമുകളെ നശിപ്പിക്കുന്നു. സ്പേമുകളെ നശിപ്പിക്കുമ്പോൾ എന്ത് പറ്റും? സ്പേമുകൾക്ക് ഉള്ളിലേക്ക് യാത്ര ചെയ്ത് എവിടെ എത്തുവാനായിട്ട് സാധിക്കുകയില്ല. ഇതിന് ഗർഭപാത്രത്തിൽ അവിടെ ചെന്ന് ചേരുവാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ അവിടെ എന്താണ് ഫെർട്ടിലൈസേഷൻ നടക്കുവാനായിട്ട് സാധിക്കുകയില്ല. സ്പേമിസൈഡ് സ്പേമുകളെ നശിപ്പിച്ച് കളയുന്നു. അടുത്തതായിട്ടുള്ളത് എന്താണ്? ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്, അതായത് പ്രിവെൻസ് ഇംപ്ലിമെൻറ്റേഷൻ. ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, ഇതിന് കോപ്പർട്ടി എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഈ സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗർഭപാത്രത്തിനകത്തേക്ക് ഈ സാധനത്തെ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഈ സാധനത്തെ നിക്ഷേപിച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഗ്നൻസിക്ക് സമയമാവുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി യൂട്രസിൻ്റെ ലൈനിങ്ങിന് വളരെ തിക്കായി വരുന്നു എന്ന് പറഞ്ഞു. അതിനെ ഇത് എന്ത് ചെയ്യുന്നു? തിക്കാക്കുകയില്ല. അതുപോലെ തന്നെ ഒരു ഈ സ്പേം അങ്ങോട്ട് ചെന്ന് ഇത് സിക്താണ്ഡം രൂപപ്പെട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുക എന്ന് വെച്ചാൽ ഇതിനെ ഈ കോപ്പർട്ടി അവിടെ ഉള്ളതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് അവിടെ ഉള്ളതുകൊണ്ട് ഒരു കാരണവശാലും വളരുവാനായിട്ട് സാധിക്കുകയുമില്ല. ഇനി പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂബക്ടോമി എന്നുള്ള ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. എന്താണ് ട്യൂബക്ടോമി എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ട്യൂബക്ടമി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്യൂബക്ടമി എന്ന് വെച്ചാൽ അണ്ടവാഹിയെ മുറിച്ചോ കെട്ടിവെച്ചോ അണ്ടത്തിൻ്റെ സഞ്ചാരപാതയെ തടസ്സപ്പെടുത്തുന്നു. നമുക്കറിയാം എവിടെ നിന്നാണ് അണ്ടം വരുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. ഓവറിയിൽ നിന്നാണ്. ഓവറിയിൽ നിന്ന് ഈ അണ്ടം വരുന്നത് എവിടേക്കാണ്? ഫലോപ്പിയൻ ട്യൂബ് വഴി ഈ ഗർഭാശയത്തിലേക്കാണ് കടന്നു വരുന്നത്. അവിടെ എന്താണ് ചെയ്യുന്നത്? ഈ അണ്ടത്തിൻ്റെ പ്രവാഹത്തെ, ആ അണ്ടവാഹിയെ എന്ത് ചെയ്യുന്നു? അണ്ടവാഹിയെ അവിടെ കെട്ടിവെക്കുന്നു. അല്ലെങ്കിൽ എന്തു ചെയ്യുന്നു? ബൈ കട്ടിങ് ഓർ ടൈയിങ് ഓവിഡക്റ്റ്. ആ ഓവിഡക്റ്റിനെ എന്ത് ചെയ്യുന്നു? കട്ട് ചെയ്ത് അതിൻ്റെ ആ സഞ്ചാരപാതത്തെ നശിപ്പിച്ച് കളയുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, അപ്പോൾ പിന്നെ അണ്ടം ഈ ഓവിഡക്റ്റിലേക്ക് കയറി വന്നതിന് ശേഷം എന്ത് ചെയ്യുമെന്ന്. അതിന് പുറത്ത് വരാതാവുമ്പോൾ അത് അവിടെ തന്നെ ഡിസിൻറ്റിഗ്രേറ്റ് ആവുകയും അത് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുകയും ചെയ്യും. ഇത് ഞാനൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾക്കൊരു ആകാംക്ഷ ഉണ്ടാകുമ്പോൾ ആ ആകാംക്ഷയിലൊന്നും മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്യൂബക്ടമി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നു കോണ്ടം എന്താണെന്നുള്ളതാണ്. കോണ്ടം ഈസ് എ പ്രിവെൻറ്റീവ് മെത്തേഡ് ഓഫ് ഡിപ്പോസിറ്റ് ഓഫ് സ്പേംസ് ഇൻ ദ വജീന. കോണ്ടം എന്ത് ചെയ്യുന്നു? അത് പ്രിവെൻറ്റ് ചെയ്യുന്നു. എന്തിനെ? സ്പേമിനെ വജീനയിൽ ചാടാതെ കോണ്ടം ഒരു പൗച്ച് പോലെ സ്പേമിനെ ശേഖരിച്ച് പുറത്ത് കളയുന്നു. ഇനി എന്താണ് വരുന്നത്? വസ്കോട്ടമി. വസ്കോട്ടമി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് പുരുഷന്മാരിൽ നടത്തുന്ന ഒരു സംഗതിയാണ്. പുരുഷന്മാരിൽ നടത്തുന്ന ഒരു സംഗതി എന്താണ്? ബൈ കട്ടിങ് ഓർ ടൈയിങ് ദ വാസ് ഡിഫറൻസസ് ഇൻ ദ പാസേജ് ഓഫ് ദ സ്പേം ഈസ് ബ്ലോക്ക്ഡ്. അതായത് നമുക്കറിയാം സ്പേമിൻ്റെ ആ ഒരു വരവുണ്ടല്ലോ. സ്പേം വരുന്ന എവിടെ നിന്നാണ്? ടെസ്റ്റിക്കിളിൽ നിന്ന് വരുമ്പോൾ ആ സ്പേമിൻ്റെ വരവ് വരുന്ന ആ പാദത്തെ രണ്ടിനെയും ഒന്നുകിൽ കെട്ടിവെച്ച് അല്ലെങ്കിൽ മുറിച്ച് അതിൻ്റെ ആ ഒരു സഞ്ചാരപഥത്തെ തടസ്സപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ഇതാണ് നമ്മളുടെ സമൂഹത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന, അല്ലെങ്കിൽ സാധാരണയായിട്ട് കാണപ്പെടുന്ന എന്താണ് നമ്മൾ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളോട് ഇവിടെ അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത്, ഇനി നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന ഭാഗമാണ്. പേജ് നമ്പർ 133 അത് ഉള്ളത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തു വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പാഠഭാഗം മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഒന്നാമതായിട്ട് തന്നിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സിൽ തന്നിരിക്കുന്ന പാഠഭാഗം ഏതാണെന്ന് നോക്കിയിട്ടുണ്ടോ? ടെമ്പററി കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ ടെമ്പററി കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്, അല്ലെങ്കിൽ താൽക്കാലിക ഗർഭനിരോധന മാർഗങ്ങൾ എന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ആ ഭാഗം വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് പോവുകയാണ്. അതായത് ഓവറോൾ ഏതെല്ലാം സാധനങ്ങളാണ് ടെമ്പററി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഒന്നാമതായിട്ട് ഉപയോഗിക്കുന്നത് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, അല്ലെങ്കിൽ ഗർഭനിരോധന ഗുളികകൾ ടെമ്പററി ആയിട്ട് ഉപയോഗിക്കാം. ഡയഫ്രം എന്ന് പറയുന്നതും ടെമ്പററി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്പേമിസൈഡ് എന്ന് പറയുന്നതും ടെമ്പററി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് എന്ന് പറയുന്നത്, അതായത് ആ ഡിവൈസസ് യൂട്രസിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രഗ്നൻസി ഉണ്ടാവില്ല. ആ ഡിവൈസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രഗ്നൻസി ഉണ്ടാവും. കോണ്ടം എന്ന് പറയുന്നത് ഒരു ടെമ്പററി കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ്. അടുത്തതായിട്ട് തന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് അടുത്ത പോയിന്റ് ഇവിടെ തന്നിരിക്കുന്നത്. പെർമനൻറ്റ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെർമനൻറ്റ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഏതൊക്കെയാണ്? ട്യൂബക്ടോമി, അതായത് കട്ടിംഗ് ഓർ ടൈയിങ് ദ ഓവഡിക്റ്റ് ദ പാസേജ് ഓഫ് ദ ഓവം ഈസ് ബ്ലോക്ക്ഡ്. അതായത് ട്യൂബക്ടോമി അല്ലെങ്കിൽ ഓവം വരുന്ന ആ പാസേജിനെ കട്ട് ചെയ്യുക അല്ലെങ്കിൽ കെട്ടിവെച്ചുകൊണ്ട് അതിൻ്റെ ചലനത്തെ നിയന്ത്രിക്കുക
നിയന്ത്രിക്കുന്നതിനെയാണ് ട്യൂബക്ടോമി എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് വസ്കോട്ടോമി എന്ന് പറയുന്നതാണ്. അതായത് എന്താണ്, പുരുഷബീജം ടെസ്റ്റുകളിൽ നിന്ന് വരുന്ന ആ പാതയിൽ എന്ത് ചെയ്യുന്നു, ഒരു കെട്ട് ഇട്ട് വെക്കുകയോ അല്ലെങ്കിൽ അതിനെ മുറിച്ചു മാറ്റുകയോ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് തന്നിരിക്കുന്നത് മൂന്നാമതായിട്ട് തന്നിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സിൽ തന്നിരിക്കുന്ന ഭാഗം ഏതാണ്, കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഇൻ വുമൺ, സ്ത്രീകളിൽ അല്ലെങ്കിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സുകൾ ഏതെല്ലാമാണെന്നുള്ളതാണ്. ഒന്നാമതായിട്ട് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, അതായത് അവരുപയോഗിക്കുന്ന ഗർഭനിരോധന ഗുളികകൾ. രണ്ടാമതായിട്ട് ഡയഫ്രം എന്ന് പറയുന്ന സാധനം, അത് എന്ത് ചെയ്യുന്നു, സ്പേമിനെ യൂട്രസിൽ എത്താൻ സഹായിക്കുന്നില്ല, അത് യോനി നാളത്തിനകത്തേക്ക് അല്ലെങ്കിൽ വജീനയ്ക്കകത്ത് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്പേമിസൈഡ് എന്ന് പറയുന്നതും എന്താണ് ചെയ്യുന്നത്, ഈ സ്പേമിസൈഡും ഡയഫ്രം കൂടി ഒരുമിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്പേമിസൈഡ് സ്ത്രീകൾ ഉപയോഗിക്കുന്നു. യൂട്രൈൻ ഡിവൈസസ്, അതായത് യൂട്രസിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്ന ഡിവൈസുകൾ ഏതാണ്, സ്ത്രീകൾ ഉപയോഗിക്കുന്നത്. അത് കോണ്ടംസ് എന്ന് പറയുന്നത് അത് സ്ത്രീകൾക്കായിട്ട് ഉള്ള കോണ്ടവുമുണ്ട്, പുരുഷന്മാർക്കായിട്ടുള്ള കോണ്ടവുമുണ്ട്. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ഡിവൈസസ് യൂസ്ഡ് ഫോർ, അല്ലെങ്കിൽ എന്താണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഫോർ മെൻ എന്നാണ് ചോദിച്ചിരുന്നത്. ആണുങ്ങൾ ഉപയോഗിക്കുന്ന കോൺട്രാസെപ്റ്റീവ് കോണ്ടം എന്ന് പറയുന്നത് സാധാരണയായി ആണുങ്ങൾക്ക് സ്ത്രീകൾക്ക് ഉപയോഗിക്കുക. അപ്പോൾ കോണ്ടം പുരുഷന്മാർ ഉപയോഗിക്കുന്നു. രണ്ടാമതായിട്ട് വസ്കോട്ടമി എന്ന് പറയുന്ന സംഗതി, അല്ലെങ്കിൽ ഈ ടെസ്റ്റുകളിൽ നിന്ന് വരുന്ന എന്താണ് ചെയ്യുന്ന ഇതിനെ കട്ട് ചെയ്യുകയോ മുറിച്ചു മാറ്റുകയോ ചെയ്യുന്നതിലൂടെ ഉപയോഗിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കോൺട്രാസെപ്റ്റീവ്സിനെ കുറിച്ചുള്ള ഈ പാഠഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത പാർട്ടിലേക്ക് പോവുകയാണ്.